Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. It's very Lulu. Good afternoon, Miss. Okay, we can start. Anyone is ready to do prayer? Okay, Miss, I will do. Almighty God and Father, grant us today and always the gift of your Holy Spirit, that it may enlighten our mind with its manifold gift of wisdom, knowledge, and understanding. Grant us the concentration required for our studies. May your presence be felt by all in our midst. Amen. Okay, more people are joining. So next thought for the day is signing. Please. ആരുമില്ല. എന്ത് പറ്റി? Yes, anyone who wish to share thought or anyone who wish to do signing? മിസ് ഞാൻ പിന്നെയും ചെയ്യട്ടെ ആരും ഇല്ലെങ്കിൽ അതെ, അതാണ് നല്ലത്. നമ്മൾ അവസരങ്ങൾ പാഴാക്കരുത് അല്ലേ മാം? മാം. Okay, Miss. Okay, I'm Shanil. I welcome to Dishamis at first to the class and all my colleagues. Today's thought: easy is to judge the mistake of others. Difficult is to recognize our own mistake. മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്, അത് നമുക്ക് ഇൻട്രസ്റ്റുമാണ്. എന്നാൽ സ്വന്തം മിസ്റ്റേക്ക് അത് കണ്ടുപിടിക്കാനും തിരിച്ചറിയാനും വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്ന പോലത്തെ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ? യെസ്. സോ വേർ വെർ വി? തേർഡ് പാർട്ട് 3-ലെ മൊഡ്യൂൾ 1-ലെ പാർട്ട് 3-ലെ തേർഡ് യൂണിറ്റ് ആണോ? അത് കഴിഞ്ഞോ? തേർഡ് യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒന്ന് പറയണേ. അത് ലാസ്റ്റ് പാർട്ടായി. ക്യൂരിയസ് മൈൻഡ്സ് ആണ് ഇനിയുള്ളത്, എടുക്കാനുണ്ട്. അതിന് മുന്നേ വരെ എടുത്തു.
യൂണിറ്റ് 3 തന്നെയല്ലേ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അത് തന്നെയല്ലേ? അതെ മിസ്സേ. അതിന്റെ ലാസ്റ്റ് അല്ല, ക്യൂരിയസ് മൈൻഡ്സ് ആണ് ഇനി എടുക്കാനുള്ളത്. ലാസ്റ്റ് ഇനി ഒരു പേജും കൂടിയേ, 1-2 പേജും കൂടിയേ ഉള്ളൂ ലാസ്റ്റ് പേജ്. സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ മറിയ മോണ്ടിസോറി? കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. ചൈൽഡ്ഹുഡ്, അഡൽട്ട്ഹുഡ് അതെല്ലാം കഴിഞ്ഞു. ഫിസിക്കൽ ചേഞ്ചസ്, മെന്റൽ ചേഞ്ചസ്. ഓക്കെ, ക്യൂരിയസ് മൈൻഡ്സ്. സോ ആ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സ്റ്റേജിലും ഇവർക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്. അതിലെ സെക്കൻഡ് പീരീഡിലെ 6 to 12 years ആ ഒരു ടീനേജിന്റെ പടിവാതിൽക്കൽ വന്നിരിക്കുക. സോ ദാറ്റ് മീൻസ് ക്യൂരിയസ് മൈൻഡ്സ്. ഒരു ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. വൈ, ഹൗ, വെൻ, അങ്ങനെ ഉണ്ടായാൽ ഇങ്ങനെ പറ്റില്ലേ, അങ്ങനെ എന്തുകൊണ്ട് ഉണ്ടായില്ല, അതവിടെ പറഞ്ഞത് ശരിയായോ, അങ്ങനെയുള്ള ഭയങ്കര ജസ്റ്റിഫിക്കേഷനും ജസ്റ്റിസിനെ ഭയങ്കരമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു മൈൻഡ്, ക്യൂരിയസ് മൈൻഡ്സ്. ഓക്കെ, 3 years വരെയൊക്കെ ഇവർക്ക് അബ്സോർബൻ മൈൻഡ് ആണ്, ഒരു സെൻസിറ്റീവ് പീരീഡ് ആണ്. ബട്ട് ആഫ്റ്റർ 3 years അങ്ങനെ തന്നെ, ബട്ട് ഇറ്റ് ചേഞ്ചസ് ടു സം സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ചേഞ്ച് ചെയ്തു. അത് റിയാലിറ്റിയിൽ കൂടുതൽ അടുത്തറിയുക, എന്താണ് റിയൽ, എന്താണ് ഫാക്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുവാണ്. ആ അബ്സോർബൻ മൈൻഡ് ഡിസപ്പിയർ ചെയ്താലും ഒരു പുതിയ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എൻവയോൺമെന്റുമായിട്ടുള്ളത് അത് റെലവെന്റ് ആയിട്ട് വരും. ഓക്കെ, ഡു വൺ തിങ്, ദിസ് ക്യൂരിയസ് മൈൻഡ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്, ഇത് രണ്ടും ആണെങ്കിലും വായിക്കട്ടെ. യെസ് പ്ലീസ്. Curious minds. As the child's absorbent mind disappears, a new way of relation to the environment demonstrates. It's the functioning of the environment and the relationship within it which awakens the children's interest. Children constantly ask questions such as how, when, where, and why. They have developed the higher function required for analysis. Analysis allows children to compare, deduce, and arrive at a conclusion. Social changes. During this period, children follow their independence. They distance themselves from their environment. Children endeavor for further independence in both actions and thoughts. It's important to note that children do not seek to leave their parents, but his role as a child in the family unit. Children are now starting to have family friends and form their own peer group outside the family. Children in this age group play social games and they form new rules from their many experiences. സോ ക്യൂരിയസ് മൈൻഡ്സ് നമുക്കും അറിയാം, നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഏജിലുള്ള കുട്ടികൾ നമ്മുടെ മുന്നിലൂടെ പോകുന്നുണ്ടാവും, നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും, വരാൻ പോകുന്നുണ്ടാവും. അവരുടെ ഒരു ഇൻക്വിസിറ്റ്, എല്ലാം അറിയാനുള്ള ഒരു ആകാംക്ഷ, പിന്നെ ചില കാര്യങ്ങൾ ജസ്റ്റിസ്, വൈ, ഹൗ, വെയർ ആൻഡ് എന്താ അങ്ങനെ ചെയ്തത്, എന്താ അവിടെ അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെയല്ലേ ശരി, ആ ഒരു റിയാലിറ്റി, ഫാക്ട്, അങ്ങനെയെല്ലാം അവർ പെട്ടെന്ന് കണക്ട് ചെയ്തു. ഓക്കെ, കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഏത് ഫീൽഡിലാണ് അവർ കൂടുതലും അവരുടെ പൊട്ടൻഷ്യൽ കാണുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും ഈ ഒരു സമയത്ത്. പിന്നെ അനാലിസിസ്, അതായത് കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെ റീസണിങ് ചെയ്യാനും അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനുമുള്ള കഴിവെല്ലാം അവരിൽ വരുവാണ്. പിന്നെ കമ്പാരിസൺ, പിന്നെ അതിനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക, എന്നുവെച്ചാൽ അവരുടെ തോട്ട് പ്രോസസ് നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ആ രീതിയിലുള്ള ഒരു ക്യൂരിയസ് മൈൻഡാണ് അവരിൽ വരുന്നത്. സോഷ്യൽ ചേഞ്ചസ്, ഇൻഡിപെൻഡന്റ്, ആ ഒരു അത് ഫോളോ തന്നെ ചെയ്യും. അവര് തന്നെത്താനെ കാര്യങ്ങളെല്ലാം ചെയ്യാനും എല്ലാം അവര് അവരുടെ ആക്ഷൻസിലും തോട്ട്സിലും അവർ ചെയ്യുന്ന പ്രവർത്തികളിലും ചിന്തകളിലും എല്ലാം ഈ ഒരു ഇൻഡിപെൻഡൻസിന്റെ ഒരു കൂടിയ വേർഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ പലപ്പോഴും ഇവര് ചിലപ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ചില ആക്ടിവിറ്റീസ്, അവരുടെ ചില ഇൻട്രസ്റ്റുകൾ, അപ്പൊ വായിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ, പിന്നെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതി തന്നെ അവർ മോർ ഇൻഡിപെൻഡന്റ് ആവുകയാണ്. അപ്പൊ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവരവരുടെ പാരന്റ്സിനെ വിട്ടുപോകുന്നു എന്നുള്ളതല്ല, ബട്ട് അവന്റെ സർക്കിൾ കുറച്ചുകൂടെ വലുതാവുന്നു. ഫാമിലിക്ക് പുറത്ത്, ഫാമിലിയിലെ ഒരു യൂണിറ്റ് ആണ് ഞാൻ എന്നുള്ള ഒരു ബോധമുണ്ട്. അതിനൊപ്പം തന്നെ ഫ്രണ്ട്സുമായിട്ട് വേറൊരു സർക്കിൾ, ഒരു പീർ ഗ്രൂപ്പ് ഔട്ട്സൈഡ് ദ ഫാമിലി ഫോം ചെയ്തു.
അവര് കൂടുതൽ ഗ്രൂപ്പായിട്ടുള്ള ഗെയിംസ് അങ്ങനെയുള്ളതെല്ലാം അതിനോടൊക്കെ വളരെ ഇൻട്രസ്റ്റ് തോന്നും. കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും അങ്ങനെയുള്ള ഗ്രൂപ്പ് പ്ലേ അങ്ങനെയുള്ള സോഷ്യൽ ഗെയിംസ് അതിലേക്കൊക്കെ അവർ പോകും. അങ്ങനെ അവർ പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അവരുടെ ഈ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അത് നല്ല രീതിയിൽ തന്നെ ഇവരെ എഫക്ട് ചെയ്യും. അപ്പൊ പലപ്പോഴും സോഷ്യൽ വാല്യൂസ്, സോഷ്യൽ ക്വാളിറ്റീസ് ഇതെല്ലാം അവരവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് രണ്ടുമാകാം, പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. അവിടെയാണ് നമ്മളുടെ ഒരു അഡൾട്ടിന്റെ ഒരു ശ്രദ്ധ. ഈവൻ ദോ ഒരു ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, മിങ്കിൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു ഒബ്സർവേഷൻ, നമ്മളുടെ ഒരു ശ്രദ്ധ അവിടെ വേണം. ശരിയായ റൂട്ടിലാണോ പോകുന്നത് എന്നുള്ളത്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ്. ഇതാരാ വായിക്കാം? Development of moral sense. With new creative capacities, children in this stage have become the inference explorer of the abstract. The children's new interest in the abstract extends to the development of moral sense. Children are now interested in what is right and wrong, what is good and bad. They use the power of reason to come to their own outcome. Children also form the attitude of the behavior of others. Children may seek adult assistance for acceptable behavior. The children's interest in judging behaviors extends to a new interest in justice and compassion for others. Maria Montessori wrote, "It is in the 6 years that one may note the beginning of an orientation toward moral questions towards the judgment of acts. This is preoccupation belongs to an interior sensitivity. The conscience, it is at the age that the concept of justice is born simultaneously with the understanding of the relationship between one's acts and needs of others." Another interesting characteristic of children in this stage is their administration for heroes, stars, and great personalities. It is therefore important to help children realize between realistic and unrealistic acts and needs of others. ഓക്കെ. സോ ഡെവലപ്മെന്റ് ഓഫ് മോറൽ സെൻസ് നമ്മൾ പറഞ്ഞു. അവർ പീർ ഗ്രൂപ്പുമായിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, അവരുമായിട്ട് സോഷ്യൽ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടെ ഇന്ററാക്ഷൻ നടക്കുന്നു, പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, അതിൽ നിന്നും പല ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടാകുന്നു. അപ്പൊ ഈ വരുന്ന പീർ ഗ്രൂപ്പാണ് പലപ്പോഴും ഈ ഒരു ഏജിൽ അവരുടെ ചില സെൻസ്, അതുപോലെ തന്നെ മോറൽ പല വാല്യൂസ്, ഇതിനെല്ലാം അതിന്റെ ഒക്കെ ഒരു ക്രിയേറ്റർ എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെ ചില കുട്ടികളുണ്ട്, ആ കൂട്ടുകെട്ട് ശരിയെല്ലാം തോന്നിക്കഴിഞ്ഞാൽ അവർ തന്നെ മാറും. ദേ ഡോണ്ട് ലൈക്ക് ടു ബി ഇൻ ദാറ്റ് ഗ്രൂപ്പ്. അവർ തന്നെ മാറുന്നതായിട്ടും കാണാറുണ്ട്. ചില കുട്ടികൾ അങ്ങനെ ആയിപ്പോവും. ചിലപ്പോൾ നല്ലൊരു ഗ്രൂപ്പ് ആയിരിക്കും. സോ അത് അവന്റെ ഡെവലപ്മെന്റിനും ആ ഒരു ഗ്രൂപ്പിന്റെ തന്നെ ഒരു ഡെവലപ്മെന്റിന് വളരെ നല്ലതായിട്ട് വരും. അങ്ങനെ കുറെ ക്രിയേറ്റീവ് കപ്പാസിറ്റി, അങ്ങനെ ക്രിയേറ്റിവിറ്റി, ഇന്റലിജൻസ് ഇതെല്ലാം നല്ല പീക്കില് നല്ല ഷാർപ്പായിട്ട് പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഒരു എക്സ്പ്ലോർ ചെയ്യുകയാണ് പലപ്പോഴും, പല കാര്യങ്ങളും അവർ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. എന്നുവെച്ചാൽ അതുവരെ ചെറിയ പ്രായങ്ങളിൽ അവർക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കണ്ടറിയാം, തൊട്ടറിയാൻ പറ്റുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലായത്. പക്ഷെ അതൊരു ബേസ് ആയിരുന്നു, ഫണ്ടമെന്റൽ ആകുന്നു. ആ കോൺക്രീറ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വന്ന് അവരൊരു ഏജ് ആവുമ്പോഴേക്കും അവർക്ക് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഫാക്ട്, ഹോണസ്റ്റി അങ്ങനെയൊക്കെ വരുന്ന കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളെ കുറിച്ചും ഇവർക്ക് ഐഡിയ കിട്ടി. പുതിയ ഇൻട്രസ്റ്റുകൾ, അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റുകൾ മാറുന്നു, അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ കാലിബർ ഏത് ഏരിയയിലാണ്, അങ്ങനെയുള്ളതെല്ലാം മാറുന്നു. ഇവരുടെ മോറൽ സെൻസിന്റെ ഡെവലപ്മെന്റിന് ഈ ഒരു കാര്യം ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താണ് റൈറ്റ്, എന്താണ് റോങ്, ജസ്റ്റിസ്, ശരിയായ രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ സംസാരിച്ചു തുടങ്ങും. ഗുഡ് ബാഡ് എന്താണ്, പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അതിനെപ്പറ്റി അവർ ഭയങ്കരമായിട്ട് റീസൺ ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അവർക്ക് എന്തും പാതി വഴിക്ക് സ്റ്റോപ്പ് ചെയ്യാനല്ല ഇഷ്ടം, അതിനെ കംപ്ലീറ്റ് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക, അതെല്ലാം അവരിൽ വരും. അപ്പൊ ആ ഒരു എനർജി ലെവലിലായിരിക്കും കുട്ടികൾ ഉണ്ടാകുന്നത്. പിന്നെ പലപ്പോഴും വീട്ടിലുള്ളവരുടെ രീതികളും കൂട്ടുകാരുടെ രീതികളും എല്ലാം ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാം ചില കാര്യങ്ങളിൽ. അപ്പൊ അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അഡൽട്ട് ഒക്കെ വരുവാണെങ്കിൽ പല കാര്യങ്ങളിലും അവരോട്
സപ്പോർട്ട് ചോദിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് പൂർണ്ണതയിലേക്ക് കംപ്ലീഷനിലേക്ക് കൊണ്ടുപോകാൻ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യം വരുമ്പോൾ കുട്ടികൾ എപ്പോഴും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തല്ലേ പോകുന്നത്. അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാത്തവരെ അവര് ശ്രദ്ധിക്കില്ല. അല്ലാതെ സപ്പോർട്ട് കിട്ടും, ആ ഒരു മെന്റൽ സപ്പോർട്ട് കിട്ടും എന്നുള്ള രീതിയിലുള്ളവരെ തന്നെ അവര് അപ്രോച്ച് ചെയ്യും. പിന്നെ പലപ്പോഴും പറഞ്ഞല്ലോ ജസ്റ്റിസ് അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ മറ്റുള്ളവരോട് ഒരു കമ്പാഷൻ ഒക്കെ തോന്നുന്ന ഒരു പ്രായമാണ്. പിന്നെ അങ്ങനെയുള്ള ബിഹേവിയർ ഒക്കെ വരുന്നതാണ്. മറിയം മോണ്ടിസോറി പറയുന്നത് ഒരു 6 years എന്ന് പറയുന്നത് ഇതുപോലെ മോറൽ ക്വസ്റ്റ്യൻസ്, ജസ്റ്റിസ്, ഗുഡ്, ബാഡ്, ഈവിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു പ്രായം. അത് അവരുടെ ഒരു കോൺസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ സെൻസ് ഓൾറെഡി കുട്ടികളിൽ അങ്ങനെയുണ്ട്. ഗുഡ് ബാഡ് തിരിച്ചറിയാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. അതിലേക്കുള്ള അതിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു 6 years എന്ന് പറയുന്നത്. മാം, മനസാക്ഷി കോൺസൈൻസ് ആണോ? അതെ, സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ആണോ? ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ആണോ ഉദ്ദേശിക്കുന്നത്? മനസാക്ഷി എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൺസൈൻസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. അതിവിടെ കോൺഷ്യൻസ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഡിറൈവിംഗ് ലോജിക്കലി ഫ്രം എത്തിക്കൽ ഓർ മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ എ പേഴ്സൺസ് തോട്ട്സ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന പറഞ്ഞ ശരി, കോൺസൈൻസ് മോറൽ സെൻസ് അതന്നെയല്ല, മനസ്സാക്ഷി തന്നെയാന്ന് തോന്നുന്നു മോറൽ സെൻസ്. സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു സെൻസ് മനസ്സാക്ഷി തന്നെയായിരിക്കും. നേരത്തെ എക്സാമ്പിൾ, ഹെയർ കോൺസൈൻസ് പ്രിവെന്റഡ് ഹെയർ ഫ്രം അക്സെപ്റ്റിംഗ് ദ ബ്രൈബ്. എന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല അത് ചെയ്യാൻ. ഇപ്പൊ ബ്രൈബ് കൈക്കൂലിയാണല്ലോ, കൈക്കൂലി സ്വീകരിക്കാൻ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്നുള്ളതായിരിക്കും അവിടെ ശരി. മോറൽ സെൻസ് എന്നാണ് മീനിങ് കൊടുത്തേക്കണേ. സ്ക്രിപ്റ്റ്ലെസ്, സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് എന്നൊക്കെ മീനിങ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് അത് ശരിയായിരിക്കും, മനസ്സാക്ഷിയായിരിക്കും. ഓക്കെ. സോ എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു മോറൽ സെൻസ് ഉണ്ട്. ലൈക്ക് ഞാൻ എന്ത് സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കേണ്ട, ശരി ഏതാണ്, തെറ്റ് ഏതാണെന്നുള്ളത്. സോ ഇത് ചെറുപ്പത്തിലേ ഇവരിൽ ഡെവലപ്പ് ചെയ്ത് വരണം അല്ലെ? ഈ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ എന്താ ഒരു അമിതമായ ആഗ്രഹം വരും. തൻ്റെതല്ലാത്ത കാര്യങ്ങള് പിടിച്ചെടുക്കാനുള്ള ഒരു ആ ഒരു ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും. കൂടുതൽ കിട്ടണം, നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഡിസേർവിങ് അല്ലാത്ത കാര്യങ്ങൾ പലതും എടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഇങ്ങനെ അല്ലാത്തവര്, കാരണം അവരതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല, ഗുഡ് ബാഡിനെ പറ്റി ചിന്തിക്കുന്നില്ല. ചില ആളുകളുണ്ടല്ലോ ലക്ഷ്യമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്, മാർഗം എന്തും അവർ സ്വീകരിക്കും അല്ലെ? മാർഗവും എന്താ വാല്യൂ, മോറലി ഗുഡ് ആയിരിക്കുന്ന ഒരു മാർഗത്തിലൂടെയാണ് ഏറ്റവും നല്ല ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റൂ എന്നുള്ളതൊന്നുള്ള വാല്യൂസ് എല്ലാം അവർ മാറ്റി വെച്ചിട്ട് ഏതറ്റം വരെ പോയിട്ടും പലതും അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് കോൺസൈൻസ് അത് ഇവരെല്ലാം ഫോം ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഈ ഏജിലാണ് വരുന്നത്. പിന്നെ അനദർ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇത് ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ സ്പോർട്സിലെ ഹീറോസ്, ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇവരുടെ ഒരു റോൾ മോഡൽസ് എന്നുള്ള രീതിയിലേക്ക് മാറും. അങ്ങനെയുള്ള സ്റ്റാർസ്, ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. എൻ്റെ ഒരു ഫ്രണ്ട് പറയുമായിരുന്നു, +2 പഠിക്കുന്ന മോൻ നല്ല പോലെ പഠിക്കുമായിരുന്നു, നല്ല മാർക്ക്, സ്കൂൾ ടോപ്പ് കണ്ടായിരുന്നു 10th വരെ. 10th മാറ്റി പിന്നെ ബോർഡിംഗ് സ്കൂളിലായി കഴിഞ്ഞ് പിടിക്കും. ഭയങ്കര റീഡിങ് ഹാബിറ്റ്. അപ്പൊ പാരന്റ്സ് വിചാരിച്ചു നല്ല കാര്യമല്ലേ, കാരണം മൊബൈൽ യൂസ് ചെയ്യലൊക്കെ കുറയുമല്ലോ. സോ അവര് കുട്ടി പറഞ്ഞ ബുക്സ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. കുട്ടി കുറെ ഓൺലൈൻ അല്ലാതെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഫുൾ ബുക്ക് വാങ്ങി. അപ്പൊ വായിക്കുന്ന മുഴുവനും ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിന്റെ ബുക്കുകളാണ് വായിക്കുന്നത്. എന്ന് വെച്ചാൽ സ്കൂളിലൊന്നും പോകാതെ അവർ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്ത ആ ഒരു രീതിയിലുള്ള ആളുകളുടെ ബുക്കുകൾ വായിച്ചു. അപ്പൊ അവൻ പിന്നെ പരീക്ഷകളിൽ അവന് ലോ മാർക്സ് കിട്ടി തുടങ്ങി, ലോ ഗ്രേഡ്സ് കിട്ടി തുടങ്ങി, തോക്കും എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ പോയി. പറയുന്നത് പഠിച്ച് മാർക്ക് വാങ്ങിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിൽ. കാരണം ഇതുപോലുള്ള, അപ്പൊ അത് ശരിക്കും അവനൊരു നല്ല മെസ്സേജ് കൊടുക്കുന്നതിന് പകരം അവന്റെ രീതിയിൽ റോങ്ങിലേക്ക് പോയല്ലോ. ഇതാണ് പലപ്പോഴും സൂപ്പർ ഹീറോസ്, ഇപ്പോഴത്തെ പല മൂവീസിലും ഹീറോസ് ഒക്കെ പലപ്പോഴും ഒരു സ്മോക്ക് ചെയ്യുന്നു, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ കൈയടിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ ഒരു ഇതുള്ളത് അല്ലെ? പിന്നെ വയലൻസ്, ഭയങ്കര വയലൻസ് ആണ് മൂവീസിൽ കൂടുതലും കാണിക്കുന്നത്. സോ മൂവീസിന്റെ രീതികളെ അങ്ങനെ തന്നെ മാറി. എനിക്ക് തോന്നുന്നു ഏതോ ഒരു മൂവി തുടങ്ങി അങ്ങനെ തന്നെയായിരുന്നു.
സോ കുട്ടികളുടെ മനസ്സിൽ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് അടിച്ച് തലപൊട്ടിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സൂപ്പർ ഹീറോസിനെയാണ് അവർ ഈ മൂവീസിലൊക്കെ കാണുന്നത്. അപ്പൊ ഇതെല്ലാം ഇവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇവിടെയും മരിയ മോണ്ടിസോറി പറയുന്നത് റിയാലിറ്റിയുമായിട്ട് ഇവരെ കണക്ട് ചെയ്യുക. ദാറ്റ് ഇസ് അൺറിയൽ. അതൊരു മൂവിയാണ്. ദേ ആർ പെയ്ഡ് ഫോർ ദാറ്റ്. അത് അഭിനയിക്കുന്നതിന് അവർ അഭിനയിക്കുകയാണ്, അതിന് അവർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് കഴിയണം. ആ രീതിയിൽ റിയലും അൺറിയലും തമ്മിൽ അവരെപ്പോഴും മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ശരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അഡൾട്ടിന്റെ റോള് വളരെ കൂടുതലാണ്. Okay, next one, development of imagination. Yes, please. ആരുമില്ലേ റീഡ് ചെയ്യാൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കുട്ടികളിലെ ക്രിയേറ്റീവ് മൈൻഡ് ആണ്, ഇമാജിനേഷൻ വളരെ കൂടുതലാണ് അവരുടെ. യെസ് പ്ലീസ്. Development of imagination. New powers develop in children, and during this stage, they have the capacity to visualize in the first period. Montessori was concerned with the introduction of fantasy. She was against the introduction of fantasy because she felt that children in the first period need to learn to relate to the reality of life. During she felt fantasy, fable, and myths should play a key role in moral understanding and exploration of feeling and emotions. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. ഇമാജിനേഷൻ ആണെങ്കിലും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. ലൈക്ക് ഇപ്പൊ കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവൻ ഇമാജിൻ ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. കാരണം അത് റിയാലിറ്റിയിലേക്ക് പോകാനുള്ള ഒരു പാത്ത് തന്നെയാണ്. പക്ഷെ അതേസമയം അത് ഫാന്റസിയുമായിട്ട് കണക്ട് ചെയ്താൽ പോകുന്നെങ്കിൽ അതിൽ നിന്നും അവനെ മാറ്റണം എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. എപ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക. ഷി വാസ് അഗെയിൻസ്റ്റ് ഫാന്റസി. മരിയ മോണ്ടിസോറി എപ്പോഴും ഫാന്റസിക്ക് അഗെയിൻസ്റ്റ് ആയിരുന്നു. അവരെപ്പോഴും റിയാലിറ്റി ഓഫ് ലൈഫുമായിട്ട് കുട്ടികളെ റിലേറ്റ് ചെയ്യണം. അത് ചെറിയ പ്രായം തുടങ്ങിയ റിലേറ്റ് ചെയ്യണം എന്നായിരുന്നു. ഫാന്റസി ഇല്ലാത്ത കുറെ കഥകള്, മിത്ത്, കുട്ടികളെ ചില കാര്യങ്ങൾ പറഞ്ഞു പേടിപ്പിക്കും അല്ലെ, ഭക്ഷണം കഴിക്കാനായിട്ട് ചെറിയ കുട്ടികൾ, അതുവരെ ഒഴിവാക്കണം എന്നാണ് മരിയ മോണ്ടിസോറി പറഞ്ഞത്. സോ അത് പിന്നെ നമ്മൾ അമ്പലം നമ്മളെ പിടിച്ചു തരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് ഇസ് നോട്ട് റിയൽ എന്നുള്ളത് ആദ്യം തന്നെ ചെറുപ്പം തുടങ്ങി അവരിൽ ഉണ്ടാകണം. ആ ഒരു അപ്പോഴാണ് അവരുടെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തു പോകും. അതൊരു മോറൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതിന്റെ ഒരു എക്സ്പ്ലോറേഷനും, പിന്നെ ഇത് എപ്പോഴും ഫാന്റസിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ശരിക്കും അവരുടെ ഒരു ലോകം ഒരു ഫാന്റസിയിൽ ഉണ്ടാക്കി അതിലേക്ക് പോകും. ആ ഒരു രീതിയിലേക്ക് വരും. അതേസമയം ക്രിയേറ്റീവ് തിങ്കിങ്, അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഇതിനെല്ലാം ഇമാജിനേഷൻ അത്യാവശ്യം തന്നെയാണ്. സോ ഇമാജിൻ ചെയ്ത പല കാര്യങ്ങളും ക്രിയേറ്റീവ് ആയിട്ട്, അത് ഈവൻ ദോ ഇമാജിൻ ചെയ്താലും അവരത് ആക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് അവരെപ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പീരീഡ് ആണ് 12 to, അതായത് അഡൾട്ട്ഹുഡിലെ ഫസ്റ്റ് സ്റ്റേജ് 12 to 18. അഡൾട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞതിലെ ഫസ്റ്റ് പീരീഡ് 12 to 18 ഇയേഴ്സ്. ആ ടീനേജ് പ്രായം അല്ലെ, 12 to 18. 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു സമാധാനം, ഒരു തിരിച്ചറിവുണ്ടാവും, വകതിരിവുണ്ടാവും എന്നൊക്കെ അമ്മമാരൊക്കെ പറയണേക്കാം. സോ 12 to 18 ഇയേഴ്സ് അതിന്റെ ഒരു പീക്ക് ടൈമാണ്, ടീനേജ് കാലഘട്ടം. സോ പ്ലീസ് റീഡ് എനിവൺ. Okay. Spirit. Okay. Third period, 12 to 18 years. Montessori regarded adolescence as a period of great susceptibility. She considered the period of adolescence as a period of self-construction, just like the first period. She considered the adolescent as self-conscious. Adolescents are interested in social organization and other people of the world. She referred to these psychological characteristics as an abstract social sentiment for humankind, in which he follows to understand
people's behavior in the work as a whole, including the past. Need for calm and solitude, need for calm and quiet. She believed that adolescents have a need for calm and solitude. If they were to build a sense of the self and the world, they are replete with doubts, hesitations, discouragement. They are sensitive, ashamed easily, and lack confidence. They have a great need for the strengthening of self-confidence. Maria Montessori was incapable of working out the details of their educational design for children in this spirit. Again, we'll read, Miss. No. Okay. So 12 to 18 years. നമുക്കറിയാം കുഞ്ഞുങ്ങളിലെ ഭയങ്കരമായിട്ട് അവര് പല ചേഞ്ചസും വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് പെട്ടെന്നുണ്ടാകുന്ന രീതിയിലുള്ള പല ചേഞ്ചസും ഉണ്ടായിരിക്കും. അഡോളസൻസ് ആസ് എ പീരീഡ് ഓഫ് ഗ്രേറ്റ് സസെപ്റ്റിബിലിറ്റി, എന്തും അങ്ങോട്ട് ഉൾക്കൊള്ളുന്ന, അങ്ങ് വിഴുങ്ങുന്ന എന്ന് പറയാം, അതുപോലത്തെ ഒരു പ്രായം. കാണുന്നത് കേൾക്കുന്നതും ഒക്കെ അപ്പാടെ എടുക്കുന്നതും. അത് മാത്രല്ല സെൽഫ് കൺസ്ട്രക്ഷൻ, അവരുടെ സെൽഫ് മെയ്ഡ് ഇൻഡിപെൻഡന്റ് ആണ്. ഓൾറെഡി അവർ ചെറിയ പ്രായത്തിൽ ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങി. ബട്ട് ഈ സമയത്ത് ഇൻഡിപെൻഡൻസ് എന്ന് കഴിഞ്ഞാൽ അവര് തിരിച്ച് ചോദിക്കും, അതിനാരെങ്കിലും തടസ്സം വരാൻ പോകും. ആ രീതിയിലുള്ള ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ, ജസ്റ്റ് ലൈക്ക് ദ ഫസ്റ്റ് പീരീഡ്. ചില കുട്ടികളുടെ പഠനത്തിൽ വ്യത്യാസം വരുന്നത് ഈ ഒരു പീരീഡിൽ വരാറുണ്ട്. ചിലപ്പോൾ പഠിക്കാൻ വളരെ ആവറേജ് ആയിരുന്നവര് ടോപ്പ് ലെവലിലേക്ക് പോവാം, ചിലപ്പോൾ ടോപ്പായി നിന്നവര് താഴേക്ക് പോകും. അങ്ങനെ പല ഏരിയ നോക്കുമ്പോഴും കുട്ടികളുടെ ചേഞ്ചസ് കാണും. പിന്നെ സെൽഫ് കോൺഷ്യസ്, അവരൊരു സ്വയം ഭയങ്കരമായിട്ട് ഒരു ബോധം ഉണ്ട് അവർക്ക്. വീട്ടിലെ മോൻ അവൻ ഈ ഒരു 14 years കഴിഞ്ഞ് രാവിലെ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയി കഴിയുമ്പോൾ വളരെ രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, മുടിക്ക് കുഴപ്പമുണ്ടോ, മുടി ചീകി വെച്ചത് നന്നായിട്ടാണോ എന്ന്. കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നോക്കി നിന്ന് കുറെ പ്രാവശ്യം ഇങ്ങനെ ചെയ്യും, പക്ഷെ പോകാറാകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, മുടിക്ക് കുഴപ്പമുണ്ടോ. അവര് സെൽഫ് കോൺഷ്യസ് ആണ് പലപ്പോഴും. പിന്നെ അതുപോലെ തന്നെ സോഷ്യലൈസ് ചെയ്യാൻ കുറെ കൂടെ ആഗ്രഹിക്കും. പിന്നെ അതുപോലെ തന്നെ പല സോഷ്യൽ ഗ്രൂപ്പുകൾ, സോഷ്യൽ ഓർഗനൈസേഷൻ, അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും കുട്ടികൾ. സ്കൂളിൽ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, ലൈക്ക് നേച്ചർ ക്ലബ്, NSS, അങ്ങനെ പല ഇത്, പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, അങ്ങനെ പല രീതിയിലും അങ്ങനെയുള്ളതിലൊക്കെ SPC, അതിലേക്കൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കും. പിന്നെ അപ്പൊ അവർക്ക് ഇതിലൊക്കെ അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അവർ അതിന് മുമ്പുള്ള പീരീഡിൽ അവർക്ക് പല സോഷ്യൽ ചേഞ്ചസ് വന്നു, മോറൽ വാല്യൂസ് അവരിൽ ഫോം ചെയ്തു, ഗുഡ് ഓർ ബാഡ് എന്നുള്ളത് മനസ്സിലായി, ജസ്റ്റിസ് അവർക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ട്, സോഷ്യലൈസ് ചെയ്യാൻ കുറെ കൂടെ ഇഷ്ടമാണ്. ആ രീതിയിൽ ഇവർ പോവുകയാണ്. അതായത് പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളുടെയും ശരിക്കും ഒരു കണ്ടിന്യൂവേഷൻ പോലെ വരികയാണ്. പിന്നെ സംടൈംസ് ദേ നീഡ് കാം ആൻഡ് സോളിറ്റ്യൂഡ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവർ ഇൻട്രോവേർട്ട് എന്നല്ല അതിന്റെ അർത്ഥം. അവർക്ക് പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന ചില കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയുള്ളതിനോട് പലപ്പോഴും ആഗ്രഹം തോന്നും. ഈവൻ ദോ സോഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും സർട്ടൻ ടൈമിൽ ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യരുത്, ആ ഒരു രീതിയിലൊക്കെ കുട്ടികൾ വീട്ടിലും പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ കാം ആൻഡ് സോളിറ്റ്യൂഡ് അവരുടെ ഒരു നീഡ് തന്നെയാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ദേ നീഡ് ദാറ്റ്. ചിലപ്പോ ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനും ഈ ഒരു സോളിറ്റ്യൂഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു സെൻസ് ഓഫ് സെൽഫ്, സ്വയം ആകുക എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ, ആ സെൽഫ് കൺസ്ട്രക്ഷൻ, ഇതെല്ലാം ഫോം ചെയ്യുന്നു. അവർക്ക് ഡൗട്ട്സ് ഉണ്ട്, ഹെസിറ്റേഷൻസ് ഉണ്ട്, സംടൈംസ് ദേ വിൽ ഗോ ടു ഡിസ്കറേജ്മെന്റ്, അവർക്ക് ചില അതുപോലുള്ള ഡെസ്പയർ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അഷെയിംഡ് ഈസിലി, ചില കുട്ടികൾ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് കയറി വരുമ്പോൾ അവർക്ക് മുമ്പോട്ട് വരാനായിട്ട് ഭയങ്കര ഒരു മടി, സെൻസിറ്റീവും ആയിരിക്കും, അഷെയിംഡ് ഈസിലി. സംടൈംസ് ദേ വിൽ ലാക്ക് കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് കുറവും ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രായമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവരുടെ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മളുടെ ഒരു ഗോള്. അത് സ്ട്രെങ്തൻ ചെയ്യാൻ. പലപ്പോഴും പല കൺഫ്യൂഷൻസ്, കാരണം ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്, ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും. പെൺകുട്ടികളെക്കാളും കൂടുതൽ അത് ആൺകുട്ടികൾക്കാണ്. കാരണം അവരെ സപ്പോർട്ട് ചെയ്ത്
അവർക്കുണ്ടാകുന്ന ചേഞ്ചസ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പലപ്പോഴും വീട്ടില് അതിനുള്ള ഒരു സ്പേസ് കിട്ടാറുണ്ടാവില്ല ചില ഇടങ്ങളിൽ കേട്ടോ, എല്ലായിടത്തും തന്നെ ഞാൻ പറയുന്നത്. സോ പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി മെൻസ്ട്രുവേഷന്റെ ആ ഒരു ചേഞ്ചസ് നടക്കുന്നതാണ്. സ്കൂളിൽ നിന്നും അവയർനെസ് കിട്ടാറുണ്ട്, വീടുകളിൽ നിന്നും അവയർനെസ് കിട്ടും. മൂത്ത ആരെങ്കിലും ചേച്ചിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി അത് മനസ്സിലാക്കി പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ചേഞ്ച് പെൺകുട്ടികളിൽ ഹാൻഡിൽ ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിരിക്കും. പക്ഷെ ആൺകുട്ടികൾക്ക് ആ ഒരു ഇത് മനസ്സിലാക്കി കൊടുക്കലും അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നതും നല്ലൊരു വ്യത്യാസം വരും. ഇതെല്ലാം ഇവരുടെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കും. ആക്ച്വലി മറിയ മോണ്ടിസോറി ഈ ഒരു ഏജിലുള്ള കുട്ടികളില് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും അവരത്ര കേപ്പബിൾ ഒന്നും ആയിരുന്നില്ല. 0 to 6 years എന്ന് പറഞ്ഞാൽ ഷീ വാസ് ഓക്കെ. കുറെ കാര്യങ്ങൾ ആ ഒരു ഏജിലെ കുട്ടികളെ പറ്റി അവർ പറഞ്ഞെങ്കിലും ഈ ഒരു ഏജിനെ പറ്റി കാര്യമായ കോൺട്രിബ്യൂഷൻസ് ഒന്നും കൊടുക്കാൻ മറിയ മോണ്ടിസോറിക്ക് കഴിഞ്ഞില്ലായിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഏജ് പീരീഡ് 12 to 18 years അവരിൽ വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ചസ് എന്തെല്ലാമാണ് ചേഞ്ചസ് വരുന്നത്, അവരുടെ നീഡ് എന്തെല്ലാമാണ്, അതെല്ലാമാണ് നെക്സ്റ്റ് പറയുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. പ്ലീസ്. Need for intellectual task. Maria Montessori also felt the adolescent respond well to intellectual tasks. They like to reason and discuss conceptual ideas. They attain conclusion based on evidence. They are interested in discussing moral and spiritual issues. സോ മോണ്ടിസോറി പറയുന്ന ഈ ഒരു ഏജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈവൻ ദോ അവർക്ക് കാര്യമായി കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സയന്റിഫിക് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു നീഡ് ഫോർ ഇന്റലക്ച്വൽ ടാസ്ക് ഇവർക്ക് പല കാര്യങ്ങളും ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അതിന്റെ ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട്. അപ്പൊ ഇന്റലക്ച്വൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അതിന്റെ നീഡ് അവർ അതിനോട് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ടെക്നോളജി റിലേറ്റഡ് പുതിയൊരു ഫോൺ വന്നു അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വന്നു, അതിനെപ്പറ്റി അറിയാനും അതിന്റെ വർക്കിങ്ങിനെ കുറിച്ചും എല്ലാം നല്ലപോലെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അവർ കാണിക്കും. ആ ഒരു ഇന്റലക്ച്വൽ ടാസ്ക് അതിന്റെ നീഡ് വളരെ കൂടുതലായിട്ട് അവരിലുണ്ടായിരിക്കും. അതിനെപ്പറ്റി അല്ലാണ്ട് അത് അറിയാതെ അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കാതെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോ ഫോണിലാണെങ്കിലും എന്തെങ്കിലും പുതിയൊരു ആപ്പ് വരുമ്പോൾ അവർ കൂടുതലായിട്ട് അതിനെ മനസ്സിലാക്കുന്നു. അങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളോട് ചിലർ ഇൻട്രസ്റ്റ് കാണിക്കും. ചിലർ ഇനി ഫാഷൻ റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതൊരു കംപ്ലീറ്റഡ് അല്ലാത്ത ഇൻഫർമേഷനേക്കാൾ എപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ മോറൽ ആൻഡ് സ്പിരിച്വൽ ഇഷ്യൂസ്, ശരിക്കും ആ ഒരു മോറൽ സ്പിരിച്വൽ വാല്യൂസ് ഒക്കെ വരുന്ന ഒരു ടൈമാണ്. ചില കുട്ടികളെ കുറച്ചുകൂടെ അങ്ങനെ ആ വീട്ടിലെ ആ ഒരു ട്രഡീഷണൽ ആ ഒരു രീതിയും ബിലീഫും ഒക്കെ ആ ഒരു രീതിയിൽ അവർ അതിനോട് കൂടുതൽ വിശ്വാസം കാണിച്ചു. ചിലർ ചോദ്യം ചെയ്യും, അങ്ങനെ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനും ചോദ്യം ചെയ്യാനും, പിന്നെ പ്രേതമുണ്ടോ പ്രേതമില്ല അങ്ങനെയുള്ള അങ്ങനെ രീതിയിൽ റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർ താല്പര്യപ്പെടും. ഓക്കെ, നെക്സ്റ്റ് നീഡ് ഫോർ അക്കാദമിക് നോളജ്. Needs for academic knowledge. Montessori saw the needs and benefits of academic knowledge and creative study for adolescents. She was concerned with the right methodology for imparting knowledge. She felt that education must be broad and complete. സോ അക്കാദമിക് നോളജ് അതാണ് പറഞ്ഞത്. ഈ ഒരു പ്രായമാവുമ്പോൾ ചില കുട്ടികള് ആ ഒരു അക്കാദമിക് ബ്രില്യൻസ് കാണിച്ചു തുടങ്ങും. പഠനത്തിനോട് അവരുടെ താല്പര്യമുള്ള സബ്ജക്റ്റുകൾ കൂടുതലായിട്ടും. ഓക്കെ, അതിന്റെ ഒരു ബെനിഫിറ്റ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസ് എനിക്ക് ഏത് രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും ആ ഒരു രീതിയിലെല്ലാം അവർ പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോ റൈറ്റ് മെത്തഡോളജിയിൽ തന്നെ ഇവരിലേക്ക് നോളജ് വരണം എന്നായിരുന്നു മറിയ മോണ്ടിസോറി. അത് ആദ്യം അവർ പറയും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ അറിയുക എന്നുള്ളതല്ല, അതിന്റെ ഒരു കംപ്ലീഷൻ ആ ഒരു രീതിയിൽ തന്നെ കുട്ടികൾക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യണമെന്ന് മറിയ മോണ്ടിസോറി അതെല്ലാം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും ആ ഒരു റൈറ്റ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ബ്രോഡ് ആൻഡ് കംപ്ലീറ്റ്. ഏത് സിലബസ് ഓറിയന്റഡ് കുറച്ച് ബുക്കിൽ ഒതുങ്ങുന്ന രീതിയിലല്ല, ഷുഡ് ബി ബ്രോഡ് നല്ല ബ്രോഡായിട്ടും കംപ്ലീറ്റ് ആയിട്ടും പോകണമെന്നായിരുന്നു മറിയ മോണ്ടിസോറി പറഞ്ഞത്. നെക്സ്റ്റ് നീഡ്സ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ.
Needs for creative expression. Montessori also detected that adolescents have a need for creative expression. Their creative urges enact not so much artistic feelings but as a means for self expression and self discovery. They need assistance in their efforts. Montessori also indicated that adolescents need assistance in their effort to achieve extended independence. They need support in two areas: in a community of peers and an adult friend. Yes. Need for creative expression. അതായത് പലപ്പോഴും ഇവരുടെ മനസ്സിൽ വരുന്ന, നമ്മൾ ത്വരാന്നൊക്കെ പറയില്ലേ, ഉള്ളിൽ വരുന്ന ആ ഒരു പല എനർജി, ആ ഒരു എനർജി ഇവർക്ക് പലപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് പലതിലേക്ക്, അത് ഓരോ കുട്ടികളുടെ ടേസ്റ്റ് ഓരോ രീതിയായിരിക്കും. ചിലർ ടെക്നിക്കലി ആണെങ്കിൽ ചിലർക്ക് ആർട്ടിസ്റ്റിക് ഫീലിങ്സ് ആയിരിക്കും. അപ്പോ വരയ്ക്കുക, അതിന് അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ ഫോം ചെയ്യുക, അങ്ങനെ പല രീതിയിലുള്ള എക്സ്പ്രസീവ് വേയിൽ അവർ കാണിക്കും അവരുടെ ഈ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. അത് ചിലപ്പോൾ ഡ്രോയിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ, ഒരു മോഡൽ ഉണ്ടാക്കുന്നതായിരിക്കാം. ചിലർ ഡ്രസ്സ് ഡിസൈൻ ചെയ്യും. ചെറിയ ചെറിയ കുട്ടികൾ, അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരും. സെൽഫായിട്ട് അവർക്ക് കിട്ടുന്ന ഡ്രസ്സിൽ തന്നെ മോഡിഫിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു സെൽഫ് ഡിസ്കവറി, സെൽഫ് എക്സ്പ്രഷൻ. ഓരോരുത്തർക്കും അവരുടേതായ ഒരു യുണീക് സ്റ്റൈൽ ഉണ്ടാകും. അപ്പൊ ഈ അവരെടുക്കുന്ന ഈ എഫേർട്സ്, പിന്നെ സ്കൂളുകളിൽ പല ആക്ടിവിറ്റീസ് വരും, എക്സിബിഷൻ, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് വരുമ്പോൾ അവർ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കും. പക്ഷെ ഈ എഫേർട്ട് എടുക്കുന്നതിൽ ഇവരെ അസിസ്റ്റ് ചെയ്യാൻ വരും, ആവശ്യം വരും. അങ്ങനെ വരുമ്പോഴാണ് അവരെ അഡൾട്ട് ആയിട്ടുള്ള ആളുകളുടെ റോള് ഇവിടെ ഇമ്പോർട്ടന്റ്. അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡൾട്ട് തന്നെയായിരിക്കണം അവരെ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്, അവരുടെ തന്നെ ഫ്രണ്ട് സർക്കിൾ അവിടെ നിന്നും കിട്ടും. അവരുടെ എഫേർട്ടിൽ അസിസ്റ്റ് ചെയ്യണം. ഈവൻ ദോ ദേ ആർ ഇൻഡിപെൻഡന്റ്, അവർക്ക് അസിസ്റ്റൻസ്, സപ്പോർട്ടിന്റെ ആവശ്യമായിട്ട് വരും. പിയർ ഗ്രൂപ്പിലും ഈ സപ്പോർട്ട് വേണ്ടി വരും. പലപ്പോഴും ഒരു അഡൾട്ട് ഗ്രൂപ്പിലും ഈ ഒരു സപ്പോർട്ട് വേണ്ടി വരും. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഇൻ ദ എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി. Interest in the exploration of reality. Adolescents have an interest in the research of reality. They want this analysis to include both the natural world of human organization, commerce, etc. During this period of adolescence, valorization of personality is considered to be the target of the third plane. ഓക്കെ, സോ റിയാലിറ്റിയെ എക്സ്പ്ലോർ ചെയ്യാം. കാരണം എപ്പോഴും ആദിമകാലം തുടങ്ങി ഹ്യൂമന്റെ ഒരു ടെൻഡൻസി ആയിരുന്നു എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്, അല്ലെ? അവർ ഒരിടത്ത് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന രീതിയിലായിരുന്നില്ല. അവർ ഒറ്റയ്ക്ക് പോകുന്നു, ഗ്രൂപ്പായിട്ട് പോകുന്നു, പലപ്പോഴും ഹണ്ടിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ആദിമ മനുഷ്യന്റെ ഒരു ഉദ്ദേശം. പിന്നെ ഷെൽട്ടർ, ഈവൻ ബേർഡ് നെസ്റ്റ്, അങ്ങനെ അവർ കാണുവാണ്, അങ്ങനെ കിളികൾ കൂട് വെക്കുന്നു. സോ ദേ ഫെൽറ്റ് ദാറ്റ് നമുക്ക് ഒരു ഷെൽട്ടർ വേണം. സോ അങ്ങനെ അവർ ഷെൽട്ടർ അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ പോകുന്നു. കാരണം വൈൽഡ് അനിമൽസ് ഉണ്ട്, അവരിൽ നിന്നും രക്ഷ നേടാനും. പിന്നെ അവര് ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെ? അതായത് കല്ലുകൊണ്ട് ഉണ്ടാക്കി. അപ്പൊ കല്ലുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ബ്ലണ്ട് ആയിരിക്കും അതിന്റെ എഡ്ജസ്, ഷാർപ്പായിട്ടുള്ളത് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോ അവര് മെറ്റൽ കിട്ടുകയാണ്. അവർ മണ്ണ് കുഴിക്കാൻ തുടങ്ങുമ്പോൾ മെറ്റൽ കിട്ടുന്നു. അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കിട്ടുമ്പോൾ അത് തീയിലിട്ട് അങ്ങനെ തീ കണ്ടുപിടിക്കുന്നു. തീയിലിട്ട് ചുട്ടുകാണ് കിട്ടുമ്പോൾ ടേസ്റ്റ് കൂടുന്നു. അങ്ങനെയാണ് അവർ പിന്നെ വേവിച്ച് കഴിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ. അപ്പൊ ആദിമ മനുഷ്യര് തുടങ്ങിയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ടെൻഡൻസിയാണ് എക്സ്പ്ലോറേഷൻ. സോ ഡെഫിനറ്റ്ലി അതെല്ലാ മനുഷ്യരിലും ഉണ്ടാവും, അല്ലെ? ഇൻട്രസ്റ്റ്, അത് എക്സ്പ്ലോർ ചെയ്യുക, റിയാലിറ്റിയുമായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, റിയാലിറ്റി കുറിച്ച് റിസർച്ച് ചെയ്യുക. അതാണ് കുട്ടികൾ പലപ്പോഴും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളോട് തർക്കിച്ച് വരുമല്ലോ. പ്രത്യേകിച്ചും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുമ്പോഴേക്കും അതിനെപ്പറ്റി അവർ എപ്പോഴും ഒരു ഡിസ്കഷൻ, അറ്റ്ലീസ്റ്റ് ഡിസ്കഷൻ എങ്കിലും വരും, തർക്കിച്ചില്ലെങ്കിൽ പോലും. അനലൈസ് ചെയ്യാൻ നോക്കും, അവർ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും, അല്ലെ? നാച്ചുറൽ വേൾഡ്, നമ്മളുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും അവർ കണക്ട് ചെയ്യാൻ നോക്കും. ഫൈനലി അവർ തന്നെ കൺക്ലൂഡ് ചെയ്യും, സം പവർ ഈസ് ദെയർ, അതാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ഹാപ്പനിങ് ലൈക്ക് ദിസ് ഡേ നൈറ്റ്, അല്ലെങ്കിൽ മഴ, അങ്ങനെ മഞ്ഞ്, അതെല്ലാം സംഭവിക്കുന്ന സം പവർ ഈസ് ദെയർ, അതുകൊണ്ട് സംഭവിക്കുന്ന തന്നെയാണ്. നാച്ചുറൽ ആയിട്ടുള്ള എന്തോ ഉണ്ടെന്നൊക്കെയുള്ള ഒരു കൺക്ലൂഷനിലേക്ക് വ്യക്തമായിരിക്കും. അപ്പൊ അവരെ അങ്ങനെ രീതിയിൽ, അല്ലാണ്ട് നമ്മൾ അവരെ തർക്കിച്ച്, നമ്മളിപ്പോ അഡൾട്ട്സ് അവരെ തർക്കിച്ച് ജയിക്കുക എന്നുള്ളതല്ല. അവരിൽ നിന്നും വരട്ടെ മോർ ഐഡിയാസ്, അവർ കൂടുതൽ ചിന്തിക്കട്ടെ, അവർ തന്നെ അനലൈസ് ചെയ്യട്ടെ. ശരിക്കും അങ്ങനെ ഒരാള് ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചു വരുമ്പോൾ
നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ അതിനൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സെയിം തന്നെയാണ് നമ്മളൊരു ആക്റ്റീവ് ലിസണിങ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ്. അല്ലെങ്കിൽ ഞാൻ പറയുവാണ്, നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കര ഡിപ്രഷനായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ എങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ചിലപ്പോൾ നമ്മളോട് സംസാരിക്കാനായിട്ട് വരുന്നവരുണ്ടാകും. അപ്പൊ നമ്മൾ ശരിക്കും സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ അവരെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യിക്കണം, അതായത് അവര് കൂടുതൽ സംസാരിക്കണം. സംസാരിച്ച് കാരണം നമ്മള് ജഡ്ജ്മെന്റൽ അല്ലല്ലോ, നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ കേൾക്കുവാണ് അവള് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഇയാൾ എന്താ ഇതിനെ എത്ര പേഴ്സണലൈസ് ചെയ്ത് എത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ ചിന്തിച്ചാലും നമുക്കത് ജഡ്ജ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. നമ്മളത് കാരണം അയാളെ സംബന്ധിച്ച് ആ പ്രോബ്ലം വലിയ പ്രോബ്ലം. അപ്പൊ ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ശരിയായ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ കൊണ്ട് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇതിപ്പോ എക്സ്പ്ലറേഷൻ ഓഫ് റിയാലിറ്റി എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുക, കുട്ടികളുടെ കാര്യമല്ല കേട്ടോ. ഇതുപോലെ നമ്മൾ അവരെ കൊണ്ട് തന്നെ അത് അനലൈസ് ചെയ്ത് ചിന്തിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു കേസ് വന്നതായിരുന്നു. ഒരാള് ഭയങ്കര വലിയ ബിസിനസ്സുകാരനായിരുന്നു. പക്ഷെ ബിസിനസ്സുകാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അടി ഉണ്ടായി കഴിയുമ്പോഴേക്കും ഇവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കംപ്ലീറ്റ് അങ്ങ് താഴേക്ക് പോകുമല്ലോ. അപ്പം ആളിങ്ങനെ കടമാണ്, പുള്ളിക്ക് ഇനി ജീവിക്കണ്ട, കാരണം കടമുണ്ട്, പുള്ളി മരിക്കാൻ തീരുമാനിക്കുവാന്ന് പറഞ്ഞു. അപ്പം കടം എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ 5 lakhs ഉള്ളൂ. ബട്ട് പുള്ളിക്ക് എന്തോ മടുപ്പായി. നമ്മൾ ആലോചിക്കുക, അതിലും കോടികൾ കടമുള്ള ആൾക്കാരെ, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അയാളെ സംബന്ധിച്ച് അയാളുടെ 5 lakhs കടമായിരിക്കും അയാളുടെ ഭയങ്കര ഹെഡേക്ക്. അപ്പോ നമ്മളിങ്ങനെ ചോദിച്ചു, 5 lakhs കടമുള്ളത് ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. സോ ആർക്കും അറിയില്ല. സുഹൃത്തുക്കളോട് ആരോടും പറഞ്ഞില്ല. ഇല്ല, സുഹൃത്തുക്കളോട് പറഞ്ഞില്ല. സോ വൈഫിനോടും പറഞ്ഞില്ല. സോ അങ്ങനെ സംസാരിച്ച് വന്നപ്പം ആക്ച്വലി കടമല്ല ഇയാളുടെ പ്രശ്നം, ഭാര്യയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ചെറിയൊരു വിള്ളൽ, അതാണ് ഇയാളുടെ പ്രശ്നം എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മൾക്ക് അവിടെ ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്യുക. ഈ കടമൊന്നും അയാൾക്ക് പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അയാളും ഭാര്യയും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, നല്ലൊരു ബോണ്ടിങ് ഇല്ല. അതൊന്ന് അവരൊരു സാധു സ്ത്രീ, ശുദ്ധയായ സ്ത്രീ, അവർക്ക് അറിയില്ല ഇയാളുടെ ബിസിനസ്സിനെ പറ്റി അറിയില്ല, അയാൾക്ക് കടങ്ങളുണ്ടെന്നോ ഒന്നും അവർക്കറിയില്ല. അവര് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, അയാളുടെ കാര്യം നോക്കുന്നു, വീട്ടിലെ ജോലി ചെയ്യുന്നു, അതിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. അപ്പൊ ഇയാൾക്ക് അങ്ങനെ അവർക്ക് അധികം വിവരവും ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു ഫീലാണ് അയാൾക്ക്. അപ്പൊ വീണ്ടും നമ്മൾ വീണ്ടും അയാളോട് ചോദിക്കുക, ഭാര്യയോട് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഭാര്യയോട് പറയാറുന്നില്ലേ? പലതവണയായി ഇങ്ങനെ വൈഫിന്റെ കാര്യം നമ്മളിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ അയാൾ ചിന്തിക്കുക, യെസ് വൈഫിനോട് പറയാമെന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഈ ലിസണിങ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അവരെ കൊണ്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യിക്കുക, നമ്മളായിട്ട് ഒരു കാര്യവും കൺക്ലൂഡ് ചെയ്യാതിരിക്കുക, അവരെ കൊണ്ട് തന്നെ അനലൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക. അന്നത്തെ ദിവസം അയാൾ വളരെ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി ഭാര്യയോട് കാര്യം പറഞ്ഞു. അയാൾ സോൾവ് ആയി. അയാളെ സംബന്ധിച്ച് 5 ലക്ഷം കടമായിരുന്നില്ല പ്രശ്നം. അയാൾക്ക് കേൾക്കാനോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അയാൾക്ക് ശരിയായ രീതിയിൽ ഒരാളില്ല. സോ പലതവണ അയാൾ കടമാണ്, ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഭാര്യയോട് സംസാരിച്ചു. നമ്മൾ പലതവണ ഭാര്യ എന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾ ചിന്തിക്കാൻ തുടങ്ങി. സോ ഹി വെന്റ് ബാക്ക് ആൻഡ് ടോക്ക് ടു ഹിസ് വൈഫ്. അങ്ങനെ അത് ശരിയായി. ആ ഒരു റിലേഷൻഷിപ്പിലെ ചെറിയൊരു പ്രോബ്ലം ആയിരുന്നു. സെയിം തന്നെ കുഞ്ഞുങ്ങൾ ഓരോ കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ, കുഞ്ഞുങ്ങൾ ഉദ്ദേശിച്ചത് തൊട്ടോ 24 years വരെയുള്ള എല്ലാ കുട്ടികളെയും കൂടി ചേർത്ത് പറയുന്നത്, ഓരോ ഏജിലും അവർ പലതും എക്സ്പ്ലോർ ചെയ്യണം, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം, അവർ അനലൈസ് ചെയ്യണം, അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തണം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൺക്ലൂഷൻ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ബട്ട് ഇൻ സർട്ടൻ സിറ്റുവേഷൻ ദേ ഡിമാൻഡ് അസിസ്റ്റൻസ്, അവർക്ക് സപ്പോർട്ട് വേണം. അത് അവര് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ദർ നീഡ് എന്ന് മനസ്സിലാക്കുന്ന ടൈമിൽ മാത്രമാണ് നമ്മൾ അവിടേക്ക് അസിസ്റ്റൻസിനായിട്ട് ചെല്ലാൻ പറ്റുള്ളൂ. ശരിക്കും ആസ് എ പാരന്റ് ഓൾസോ വി ആർ ഒബ്സർവർ, നമ്മൾ ഒബ്സർവർ തന്നെയാണ്. ഓക്കെ, അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ നമ്മളുടെ അടുത്ത് ആ ഒരു അസിസ്റ്റൻസ് വേണം. ആ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ടീച്ചർ ആകുമ്പോഴും ഒരു പാരന്റ് ആകുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു സ്പേസ് നമ്മൾ കൊടുത്തില്ലേ അവർ വേറെ എവിടേക്കെങ്കിലും പോകും. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. എക്സ്പ്ലോറേഷൻ ഓഫ് റിയാലിറ്റി ഇത് തന്നെയാ പറഞ്ഞത്. ആദിമകാലം തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു അഡോളസൻസ് പീരീഡിൽ ഇവരുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുവാണ്. സോ
അവര് അടുത്ത ഇതിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് ഓരോ സ്റ്റേജിലേക്ക് പോകുമ്പോഴും പാസ്റ്റ് സ്റ്റേജസ് എല്ലാം അവരുടെ ഫണ്ടമെന്റൽസ് തന്നെയാണ്. സോ നെക്സ്റ്റ് കംസ് ഫോർത്ത് പീരീഡ് 18 to 24 years. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലാക്സ്ഡ് പാരന്റ്സ് ഒന്ന് റിലാക്സ്ഡ് ആവുന്ന ഒരു ഏജ് എന്ന് തന്നെ പറയാം. റിലേറ്റീവ് കാം, അതുവരെ അഗ്രസീവ് നേച്ചറൊക്കെ കാണിച്ചിരുന്ന കുട്ടികളൊക്കെ ഒന്ന് ഒതുങ്ങും, ഒന്ന് കാം ആവും. ആൾക്കാർ പറയില്ലേ ഒരു വകതിരിവായി, ഒരു തിരിച്ചറിവായി എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, ആരാ അത് വായിക്കുക? ഞാൻ വായിക്കാം മാം. Fourth period. According to Montessori, during this period, the young man is strong and relatively stable. The psychological characteristics are similar to those in the second plane. In the second period of development, relative plane appears after proceeding 6 years of rapid change and turbulence. A similar integration of earlier change takes place during this period and that of adolescence. During this period, the young person must be given help to enable him to become a part of their society and to adapt to contemporary needs. These adaptations occur through interactions of activities and experiences. സോ മോണ്ടിസോറി പറയുന്നുണ്ട് ആ ഒരു ഫോർത്ത് പീരീഡിൽ യങ് മാൻ അല്ലെ ഒരു യുവാവായി, സ്ട്രോങ് ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ, കാമാണ്, മൈൻഡ് കാമാണ്, ഒരു എന്താ പറയാ മെച്യൂരിറ്റി എത്തുന്ന ഒരു ടൈം എന്ന് പറയാം. ആ സമയത്ത് ബ്രെയിൻ ഒരു 24 years ഒക്കെ ആകുമ്പോൾ ബ്രെയിനിന്റെ രണ്ട് സൈഡ്സും ഡെവലപ്പ് ആകും. എന്താ രണ്ട് സൈഡ്സും? ഒരു സൈഡ് അവരുടെ ഇന്റലക്ച്വൽ സൈഡും ഒരു സൈഡ് അവരുടെ ഇമോഷണൽ സൈഡും. ദാറ്റ് മീൻസ് ദേ ക്യാൻ കൺട്രോൾ ദെയർ ഇമോഷൻസ്, ദേ ക്യാൻ ബാലൻസ് ദെയർ ഇമോഷണൽ ഫീലിങ്സ്. അവർക്ക് വരുന്ന ഇമോഷൻസിനെ എല്ലാം അവർക്ക് കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ചെറുപ്രായത്തിൽ അത് പറ്റില്ല എന്നുള്ളതല്ല, ബട്ട് ആ ടൈമിൽ ഇറ്റ്സ് വെരി ടഫ്. ചില കുട്ടികൾ അത് നല്ലപോലെ മാനേജ് ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു അറിയില്ല, ഒരു 15 year പ്രായമുള്ള ഒരു മോനെ പക്ഷേ എനിക്ക് അടുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ള ഒരു ആക്ടിവിറ്റിയിലാണ് ഞങ്ങൾ രണ്ടുപേരും പെയറായിട്ട് വന്നത്. സോ ലൈക്ക് ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അത് കഴിപ്പിക്കാൻ അവനിങ്ങനെ പറഞ്ഞപ്പം നമ്മളായിട്ടൊന്നും ചോദിക്കുന്നതല്ല, എല്ലാരും ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, അവരുടെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളൊരു സെഷനായിരുന്നു. അങ്ങനെ ഷെയർ ചെയ്തതിനൊപ്പമാണ് അവൻ പറഞ്ഞത് അവന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയത്, ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയതും അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നതും. അപ്പൊ അവളെ കാണാൻ വേണ്ടി അവൾ വരുന്ന വഴിയിലൊക്കെ നിൽക്കുമായിരുന്നു. എന്നിട്ട് അവള് പുറകെ ഇങ്ങനെ നടന്ന് സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ, സ്കൂളിൽ വരെ പോകുന്ന കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇപ്പൊ +1 ആയി. ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയാണ് ആ റിലേഷൻ എന്ന് ചോദിച്ചു കേട്ടോ. ചോദിച്ചു 10th എന്തോ പഠിക്കുന്ന സമയമായപ്പോഴേക്കും കുട്ടിയുടെ അച്ഛൻ മരിച്ചു, ഈ പെൺകുട്ടിയുടെ. അപ്പം അതിനുശേഷം അമ്മയും ഇവളും മാത്രമാണ് ആ വീട്ടില് ജീവിക്കുന്നത്. സോ ഐ ഷുഡ് റെസ്പെക്ട് ദം. കാരണം ഞാനായിട്ടൊരു ചീത്തപ്പേര് അവൾക്ക് ഉണ്ടാക്കി വെക്കരുത്. എന്റെ ഇഷ്ടം അതെന്റെ മനസ്സിൽ തന്നെയുണ്ട്. അതൊരു സമയമാകുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പറയണം എന്ന് തന്നെയാണ്. നേരത്തെ ചെയ്തിരുന്ന വഴിയിൽ വെച്ച് കാണുന്നതും കൂടെ നടക്കുന്നതും ഒന്നും ഒക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ദൂരെ നിന്ന് കാണുന്നു, അവളും അറിയാതെ മറ്റുള്ളവരും അറിയാതെ. എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി ടോമോന്റെ അടുത്ത്. കാരണം വെച്ചാൽ അവന്റെ ഇമോഷൻസ് എത്ര ഭംഗിയായിട്ടാണ് ബാലൻസ് ചെയ്തത്. പക്ഷെ നമ്മൾ എന്തൊക്കെ കഥകൾ കേൾക്കുന്നു അല്ലെ, ആസിഡ് അറ്റാക്ക്, കത്തിക്കുത്ത്, പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ നോക്കുന്നു, എന്തെല്ലാം കേൾക്കുന്നു. കിട്ടാതെ വരുമ്പോഴുള്ളത്, എനിക്ക് കിട്ടില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടരുത് എന്നുള്ള രീതിയിലുള്ള കാര്യം തിരിച്ചു സംഭവിക്കുന്നുണ്ടല്ലേ. ജ്യൂസിൽ വിഷം കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളും എന്തെല്ലാം കടുംകൈകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ആണ്, ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആ ഒരു ഏജ് ആകുമ്പോഴേക്കും. ഇപ്പോഴുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള പല മീഡിയാസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ, യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസിന്റെ റിയാക്ഷൻസ് ആണോ, നമ്മുടെ ബോഡിയിലെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഹോർമോൺസ് ഉണ്ട്, പലതരം കെമിക്കൽ ഏജൻസ് ഉണ്ട്. നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതാണ് നമുക്ക് പല ഫീലിങ്സും പല ഇമോഷൻസും നമുക്ക് കൂടിയും കുറഞ്ഞും ഏറിയും കുറഞ്ഞും ഒക്കെ വരുന്നത്. ബട്ട് ഇത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എക്സ്റ്റേണൽ ഏജൻസിനെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് പല കെമിക്കൽസും. അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ, നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ ശരിയല്ലാത്ത രീതിയിൽ തന്നെ ബാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോ ഔട്ട് ഓഫ് മൈൻഡ് ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്, ബോധത്തോടു കൂടി ആവില്ല ചിലപ്പോ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള പല കേസസും. അപ്പൊ ശരിക്കും ഈ ഒരു പ്രായം വരുമ്പോ ആ ഒരു
ഒരു കാം നേച്ചർ, ആ ഒരു സ്റ്റേബിൾ ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ഒക്കെ സ്ട്രോങ്, ഫിസിക്കലി നോക്കി കഴിഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ ഒരു കാം ആയിട്ടും ഒക്കെ വരുന്ന ഒരു ചേഞ്ചസ് ആണ്. ഫസ്റ്റ് ആ ഒരു സെക്കൻഡ് പ്ലേറ്റ് ഒരു 6 years ഒക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതുപോലെയുള്ള സിമിലർ ടു ദോസ് ആ ഒരു രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പീരീഡില് ശരിക്കും അയാള് സൊസൈറ്റിയുടെ ഒരു ഭാഗമാകുന്നു. അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറപ്പെടേണ്ട ഒരു ടൈം തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി അതിനു മുമ്പുള്ള ഏജിൽ ആവശ്യത്തിനുള്ള സപ്പോർട്ടും ഒരു എൻവിയോൺമെന്റും ആവശ്യത്തിന് വേണ്ടുന്ന സ്പേസും ടൈമും മെറ്റീരിയൽസും റിസോഴ്സസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാളൊരു പ്രൊഡക്റ്റീവ് പേഴ്സൺ ആയി മാറും ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ അഡാപ്റ്റേഷൻ, മറിയ മോണ്ടിസോറി പറയുന്നുണ്ട് ഹ്യൂമന്റെ ഒരു ടെൻഡൻസിയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തപ്പെടൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ അഡാപ്റ്റേഷൻ ആ ഒരു ടെൻഡൻസി വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈഫ്. നമ്മൾ ഇഷ്ടത്തോടു കൂടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ ഇഷ്ടമില്ലാതെ അഡ്ജസ്റ്റ്മെന്റ് അല്ല അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതൊരു റിലീജിയസ് ബിലീഫില് മാരേജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയുമല്ലോ, നിങ്ങൾ രണ്ടുപേരും പൊരുത്തപ്പെട്ട് ജീവിക്കണം അല്ലെ. ദാറ്റ് മീൻസ് ഒരാളുടെ കുറവും കൂടുതലും മനസ്സിലാക്കി, എന്തെല്ലാം നീഡ്സ് എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കി പരസ്പരം അറിഞ്ഞ് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണത്. ആ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈഫ്, ഇഷ്ടത്തോടു കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ എക്സാമിന് കൊടുത്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈവൻ ദോ അത് നമ്മളുടെ PDF-ലൊന്നും ഇല്ല, ബട്ട് ഐ ഡിസ്കസ്ഡ് എ ലോട്ട് അബൌട്ട് ദിസ് ടേം അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ മീൻസ് ഡാഷ് എന്നുള്ള രീതിയിൽ കൊടുത്തിരുന്നു. സോ ഓപ്ഷൻസ് എങ്ങനെയായിരുന്നു? കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് വിത്തൗട്ട്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ഡിസ്ലൈക്ക്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്, ആ ഒരു രീതിയിലൊക്കെ ഓപ്ഷൻ കൊടുത്തിരുന്നു. സോ ശരിക്കും ഇഷ്ടത്തോടു കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് നമ്മൾ പേടിച്ച് സ്ലേവറി ചെയ്യുന്ന പോലെ, അടിമത്തം പോലെയുള്ള സമ്മതിക്കലൊന്നുമല്ല അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. മറിയ മോണ്ടിസോറി പറയുന്നത് ചെറിയ കുട്ടികളെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യുന്നു, പക്ഷെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അഡാപ്റ്റ് എ ഹ്യൂമൻ ബീങ്. അഡൾട്ടിന് അഡാപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ച സംശയമാണ്, അപ്പൊ ഈ ചെറുപ്പത്തില് നല്ല അഡാപ്റ്റേഷൻ, അത് നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് വന്ന കുട്ടി വലുതാകുമ്പോ അഡാപ്റ്റ് ചെയ്യില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചത്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി അവൻ ആ ഒരു നമ്മൾ പറയില്ലേ, ചെറുപ്പത്തിലേ ഉള്ള ഹാബിറ്റ്സ് ആയിരിക്കും അവന്റെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്നത്. വളരുമ്പോഴെല്ലാം അത് അവന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ പോകുന്ന ഒരു കുട്ടി ഡെഫിനറ്റ്ലി ഹി വിൽ അഡാപ്റ്റ് ടു എവറി സിറ്റുവേഷൻ. ബട്ട് അതേസമയം ഞാൻ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, നമ്മൾ വീട്ടിലൊരു ഡിഷ് ഉണ്ടാക്കുന്നു, ഒരു കറി ഉണ്ടാക്കും, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് കൊടുത്തു, കുട്ടിക്കും ആവശ്യത്തിൽ കൂടുതൽ തന്നെ കൊടുത്തു എന്ന് വിചാരിച്ചു, എല്ലാവർക്കും ആവശ്യത്തിന് കഴിക്കാനുണ്ട്. പക്ഷെ കുട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ അവനത് ഇഷ്ടമായി, വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നു. ബട്ട് നമ്മുടെ പ്ലേറ്റ് പാത്രത്തിൽ ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി തരാൻ കഴിഞ്ഞു, കാരണം അവൻ ആവശ്യത്തിനുള്ളത് നമ്മൾ കൊടുത്തു. ബട്ട് അതല്ല, നമ്മൾ കഴിക്കാൻ വെച്ചത് മുഴുവനും കൂടെ അവനെടുത്ത് കൊടുക്കുക, എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോഴേക്കും അവൻ ആ ഒരു തോട്ട്, അപ്പൊ അവിടെ ഒരു ഷെയറിങ് അല്ല നടക്കുന്നത്. ഒരാൾ കഴിക്കാതിരുന്നിട്ട് അയാൾക്കുള്ളതും കൂടെ എടുത്തു കൊടുക്കുന്നു. അതിന്റെ ആവശ്യമില്ല, വിശന്നിരിക്കല്ലോ. ലൈക്ക് അവൻ ഓൾറെഡി കഴിച്ചു, ആവശ്യത്തിനധികം കഴിച്ചു, അതിനോടുള്ള ഇഷ്ടം കൊണ്ട് വീണ്ടും ഡിമാൻഡ് ചെയ്യാം, നെക്സ്റ്റ് ടൈം നമുക്ക് ഉണ്ടാക്കാം. അല്ലാതെ മുഴുവനും അവന് മാത്രം കൊടുക്കുക എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ ഫീഡ് ചെയ്ത് വരുമ്പോഴേക്കും ഇവർക്ക് തോട്ട് എന്താ, എല്ലാം കിട്ടും, ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും എനിക്കെല്ലാം എപ്പോഴും നിറയെ കിട്ടും, അങ്ങനെ. സോ അത് ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. സോ വലുതാവുമ്പോഴും ആ ഒരു സെൽഫിഷ് മെന്റാലിറ്റി, ലൈക്ക് ഏതൊരു സിറ്റുവേഷനിലും എനിക്കെല്ലാം വേണം, എനിക്കെല്ലാം കംഫർട്ടബിൾ ആയിട്ട് കിട്ടണം എന്നുള്ളൊരു രീതി വരും. സോ അതാണ് നമ്മൾ ചെറിയ പ്രായം തുടങ്ങിയ ലൈഫ് സ്കിൽസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്, വി ഹാവ് ടു ഷെയർ. ഒരാൾക്ക് മാത്രമായിട്ട് എടുക്കാനുള്ളതല്ല, ഷെയർ ചെയ്യും. പിന്നെ ക്ലീനിങ് നമ്മൾ എല്ലാവരും കൂടെ ചെയ്യേണ്ടതാണ്. ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ യൂസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്യണം, അടുത്ത് കയറുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. സോ ദിസ് ടൈപ്പ് ഓഫ് ലൈഫ് സ്കിൽസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് അഡൾട്ട് ആകുമ്പോഴേക്കും ഒരു പ്രൊഡക്റ്റീവ് പേഴ്സൺ ആയിട്ട് മാറും. അപ്പൊ അതേസമയം അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ഒന്നും അല്ലാതെ പോകുന്ന ഒരു കുട്ടി അഡൾട്ട് ആകുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു അഡാപ്റ്റ് ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ചൂടുകാലമാണ്, സോ ദാറ്റ് മീൻസ് നമുക്ക് വെള്ളത്തിന് സ്കേഴ്സിറ്റി വരാം അല്ലെ. നമ്മൾക്ക് വീട്ടില് ചെടി ഉണ്ടാവും,
വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി കഴുകുന്നുണ്ടാകും. അപ്പൊ നമ്മള് നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് വെള്ളം ഉപയോഗിച്ചതുപോലെ ആവില്ല. നമ്മൾ വെള്ളം കുറയുന്ന സമയത്ത് നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് അങ്ങ് അഡാപ്റ്റഡ് ആകും. നമ്മൾ അതിനനുസരിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങും. വാട്ടർ റിസോഴ്സസ് അവൈലബിൾ ആയിട്ട് കുറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറുമല്ലോ. സോ അഡാപ്റ്റേഷൻ അതൊരു ഹ്യൂമൻ ടെൻഡൻസി തന്നെയാണ്. ബട്ട് അഡൽട്ടിന് അത് ഭയങ്കര ഡിഫിക്കൽട്ടായി വരാറുണ്ട്. പക്ഷെ കുട്ടികൾ പെട്ടെന്ന് സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ആകും എന്നാണ് സോറി പറഞ്ഞേട്ടോ. സോ ദാറ്റ് ഇസ് എൻഡ് ഓഫ് ദാറ്റ് യൂണിറ്റ്. പാർട്ട് 3 യൂണിറ്റ് 3 കംപ്ലീറ്റ് ആയി. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, യൂണിറ്റ് 4 നിങ്ങൾക്ക് ആരെങ്കിലും എടുത്തോ? സെൽഫ് കൺസ്ട്രക്ഷൻ ഇല്ല. യൂണിറ്റ് 5 നോർമലൈസേഷൻ. ഇത് മൊത്തവും പിന്നെ ആരും എടുത്തിട്ടില്ല. പാർട്ട് 2 അപ്പൊ കഴിഞ്ഞോ? പാർട്ട് 2 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അശ്വതി മിസ് ഏതാ എടുക്കുന്നത്? അശ്വതി മിസ് എടുക്കുന്നത് റോൾ ഓഫ് ഇമോഷൻസ്, യൂണിറ്റ് 8 നീഡ്സ്. അത് ആങ്കർ വരെ എടുത്തിട്ടുള്ളൂ, ബാക്കി കിടക്കുക. ആതിര മിസ് എടുക്കുന്നത് യൂണിറ്റ് 4 ആണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതും തീരുന്നില്ല, ഒരു ക്ലാസ് കൊണ്ട് തീരുമായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാർട്ട് 3 യൂണിറ്റ് 4 സ്റ്റാർട്ട് ചെയ്യാം. സെൽഫ് കൺസ്ട്രക്ഷൻ നമ്മൾ പലപ്പോഴും ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. സെൽഫ് മെയ്ഡ്, സെൽഫ് കോൺഷ്യസ്, അങ്ങനെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. സെൽഫ് മെയ്ഡ്, സെൽഫ് കൺസ്ട്രക്ഷൻ, തന്നെത്താനെ ഉണ്ടായി വരിക എന്നുള്ള രീതിയിലുള്ള തന്നെയാണ് സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് യൂണിറ്റ് അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ 4th യൂണിറ്റ്. ഓക്കെ, സോ any doubts? പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ. ഓക്കെ, എന്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ ഇത് നല്ലപോലെ വായിക്കുന്നുണ്ട്. കാരണം നമ്മൾ വൺസ് വായിക്കുമ്പോഴുള്ള ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? കാക്കയുടെ കരച്ചിലൊക്കെ കേൾക്കണ്ടായിരുന്നു. സോ നമ്മളൊന്ന് വായിച്ചു നോക്കണം. കുറെ 2-3 തവണ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഐഡിയ, മോണ്ടിസോറി പറഞ്ഞ മോണ്ടിസോറിയുടെ മനസ്സിലൂടെ വന്ന കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലൂടെ കറക്റ്റ് പോകും. ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ ആ ഒരു ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, അവരെ നമ്മള് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല ചില സിറ്റുവേഷനിൽ. ലെറ്റ് ദം ഗ്രോ ആ ഒരു രീതിയിൽ. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവരെങ്ങനെയെങ്കിലും വളർന്നോട്ടെ, ഏതെങ്കിലും ഭാഗത്ത് കിടന്ന് വളരട്ടെ എന്നുള്ള രീതിയല്ല. നമ്മൾ ഒബ്സർവ് ചെയ്യണം അവരുടെ ഓരോ ചേഞ്ചസ്. സംടൈംസ് ദേ നീഡ് ഇമോഷണൽ സപ്പോർട്ട്, സംടൈംസ് ദേ നീഡ് സം അതർ സപ്പോർട്ട്സ്. ലൈക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന പ്രായം വരാം, സോ അത് വരാം. പിന്നെ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ വന്ന പോലെ ആയിരിക്കില്ല, ഒരു ദിവസം ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് വന്നു. സോ സംതിങ് ഈസ് ദയർ. അപ്പൊ അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കുട്ടിയിൽ നിന്നും പല കാര്യങ്ങൾ മനസ്സിലാക്കണം. ആസ് എ ടീച്ചർ നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുട്ടി ഒരു കുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നു എന്ന് വിചാരിച്ചു. ആ കുട്ടി വരുന്ന രീതി, അവൻ ഹൈജീൻ ആയിരിക്കില്ല, ചിലപ്പോ ഭക്ഷണം ശരിയായ രീതിയിൽ കൊണ്ടുവരുന്നുണ്ടാവില്ല, വെള്ളം ശരിയായ രീതിയിൽ കൊണ്ടുവരുന്നുണ്ടാവില്ല. സോ നമുക്ക് അവിടെ ഇന്റർവ്യൂ ചെയ്യാം, കുട്ടിയുടെ പാരന്റ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഒരു ബാച്ചിൽ ഒരു കുട്ടി പറഞ്ഞു. ചേട്ടനും അനിയനും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ചേട്ടൻ 1ാം ക്ലാസ്സിൽ, അനിയൻ LKG. ചേട്ടന്റെ ട്രൗസറാണ് അനിയനെ ടീച്ച് കൊടുക്കുന്നതെന്ന്. അപ്പൊ ഇവൻ ഓടുമ്പോ, കുഞ്ഞല്ലേ അവൻ അറിയില്ലല്ലോ, അതെങ്ങനെയൊക്കെയോ കെട്ടിവെക്കോ പിൻ ചെയ്ത് വെക്കുകയോ ചെയ്തിരിക്കുന്നത്. അവൻ ഓടുമ്പോ വലുതായവൻ ആ ട്രൗസർ, അതങ്ങ് ഊരിപ്പോവും. മറ്റുള്ള കുട്ടികൾ അവനെ കളിയാക്കിച്ചിരിക്കും. അങ്ങനെയൊക്കെ പ്രശ്നം. വെള്ളം കൊടുത്തു വിടില്ല, വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടില്ല. ഇവർക്ക് സ്കൂളിൽ വെള്ളം ഉണ്ടാകും, പക്ഷെ എന്നാലും നമ്മളെല്ലാം കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടും. തീരുമ്പോ അവര് സ്കൂളിലെ കൂളറിന്നോ അവിടെ ചെന്നിട്ട് വെള്ളം നിറച്ച്, കാരണം കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, കുടിക്കാൻ തോന്നുമ്പോ ഓടി ഓടി സ്കൂളിലെ ഡ്രിങ്കിങ് വാട്ടറിന്റെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫുഡും നല്ല രീതിയിലൊന്നും കൊടുത്തു വിടില്ല. അച്ഛനും അമ്മ എന്തോ ജോലിക്ക് പോകും, ഫിനാൻഷ്യലി ഒന്നും കുഴപ്പമുള്ളവരല്ലാതെ. അങ്ങനെ പലതവണ വിളിച്ചു, പാരന്റ്സിനെ വിളിച്ചു. നമ്മളുടെ ഒരു കുട്ടി ട്രെയിനി ടീച്ചിങ് പ്രാക്ടീസിന് പോയതാട്ടോ. അപ്പൊ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു, ആ കുട്ടി പറഞ്ഞപ്പോ ക്ലാസ് ടീച്ചർ പാരന്റ്സിനെ വിളിച്ചു. പാരന്റ്സ് പക്ഷെ അത് അത്ര മൈൻഡ് ചെയ്തില്ല.
അവസാനം ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പറയുണ്ടായിട്ടോ, ഞാൻ പറഞ്ഞു ചുമ്മാ ഒന്ന് പഠിപ്പിച്ചാൽ മതി, ചൈൽഡ് ലൈൻകാരെ അറിയിക്കുന്നു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇപ്പൊ കുട്ടിയെ നല്ല നീറ്റ് ആയിട്ടാണ് സ്കൂളിൽ വിടുന്നത്. നിറയെ ഫുഡും നല്ല രീതിയിലും വെള്ളമൊക്കെ കൊടുത്ത് അവന് ഭാഗമുള്ള ഡ്രസ്സൊക്കെ ഇടിച്ചാണ് വിടുന്നത്. അതാണ് കുട്ടികളുടെ റൈറ്റ്സ് പലപ്പോഴും ഇല്ലാതാക്കുന്നത്. ഇതുപോലെ വീട്ടിൽ നിന്നുമാകാം, സ്കൂളിൽ നിന്നും സംഭവിക്കാം. കുട്ടികൾക്ക് ചില അവകാശങ്ങളുണ്ടല്ലോ, റൈറ്റ്സ് ഉണ്ട്, അതില്ലാതാക്കുന്നത് പലപ്പോഴും ഈ എൻവയോൺമെന്റിലെ ചില ഫാക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, വായിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനോട് ചേർക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ സൈൻ ഔട്ട്. ഒരു സംശയം ചോദിക്കട്ടെ? ഇത് നമ്മൾ പഠിക്കുന്ന എല്ലാം നമുക്ക് എസ്സേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എക്സാമിന്? എസ്സേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, നിങ്ങൾക്ക് MCQ മാത്രമേ ഉള്ളൂ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബട്ട് എസ്സേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരുന്നത്. മനസ്സിലായോ? അത് അങ്ങനത്തെ പരീക്ഷ, അതും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ അങ്ങനെ തരുന്നത്. അവിടെ എല്ലാം സിറ്റുവേഷൻസ്. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു പരീക്ഷയ്ക്ക് വന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി ബെഗ് ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ തന്നിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണല്ലോ റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ്, അതെല്ലാം അതിലാണ്. നമ്മളുടെ ഓരോ സബ്ജക്ട് റിലേറ്റഡ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഇതുപോലുള്ള സിറ്റുവേഷൻ ആണ്. ഒരു മോണ്ടിസോറി സ്കൂൾ ഡിസൈൻ ചെയ്യുക. നമുക്ക് ഒരു ഐഡിയ ഇല്ല, എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നൊന്നും ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നത്. അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അങ്ങ് എഴുതും, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ എന്ത് വിചാരിച്ചു, MCQ എന്തായാലും PDF ഇടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും ചേർത്തൊക്കെ ഇടാം. അപ്പൊ അഡാപ്റ്റേഷന്റെ കാര്യം പറഞ്ഞ പോലെ. അപ്പോ നിങ്ങൾക്ക് ആ ഒരു ശരിയായ രീതിയിൽ മോണ്ടിസോറി മെത്തേഡിന്റെ എക്സാമിന്റെ രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അസൈൻമെന്റ് തരുന്നത്. മനസ്സിലായോ? എക്സ്ക്യൂസ് മീ മിസ്, വൈവ അപ്പൊ എങ്ങനെയാ ഓറൽ ആയിട്ട് ചോദിക്കുന്നത്? വൈവ ഓറലാണ്, ഫേസ് ടു ഫേസ്. അതെ, അത് ഇങ്ങനെയുള്ളതൊക്കെയാണോ? അല്ല, വൈവയില് ചോദിക്കാൻ വരുന്ന ഏരിയാസ് ഞാൻ പറയാം. കുറെ അസൈൻമെന്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടാവും അല്ലെ? റിലേറ്റഡ് വിത്ത് അസൈൻമെന്റ് ആൻഡ് ആക്ടിവിറ്റി ആയിരിക്കും ചോദിക്കുന്നത്. ലൈക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ ടീച്ചിങ് ഇൻ എ മോണ്ടിസോറി സ്കൂൾ. ജസ്റ്റ് ടീച്ച് ദ സ്റ്റുഡൻസ് വിത്ത് ആൻ ആക്ഷൻ സോങ്, അങ്ങനെ പറയും. അപ്പൊ ഒരു ആക്ഷൻ സോങ്, ഇപ്പൊ മുന്നിലിരിക്കുന്ന ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന് വിചാരിച്ച ഒരു ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ ഒരു റൈം അല്ലെങ്കിൽ ഒരു സ്റ്റോറി, അതായിരിക്കും നറേറ്റീവ് സ്റ്റോറി. ഒരു മോറൽ വാല്യൂ കൊടുക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറി ഒന്ന് കുട്ടിയോട് പറയാം. കുട്ടിയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്ന് അങ്ങ് ഇമാജിൻ ചെയ്യണം. എന്നിട്ട് ഒരു കുട്ടിയോട് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ കഥ പറയേണ്ടി വരും. ദെൻ പിന്നെ ചോദിക്കുന്നത് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ അവിടെ ചെയ്ത ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് കൊടുത്തത്, വാട്ട് വാസ് യുവർ ഒബ്സർവേഷൻ, അതായിരിക്കും ചോദിക്കുക. ഇനി അഥവാ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരാണെങ്കിൽ യു വിൽ ആസ്ക് ലൈക്ക്, നാളെ നിങ്ങൾ അടുത്ത ജസ്റ്റ് ഫ്യൂച്ചറിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് കുട്ടിക്ക് കൊടുക്കും, അല്ലെങ്കിൽ അക്ഷരം അറിയില്ലാത്ത ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ അതിന് എന്ത് ആക്ടിവിറ്റി കൊടുക്കും, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വൈവയ്ക്ക് വരുന്നത്. ഡ്യൂറേഷനോ മിസ്? 20 minutes ഉദ്ദേശിക്കുന്നത്, ഡിപെൻഡ്സ്. ഓക്കെ, താങ്ക് യു. മിനിമം 20 minutes ഉണ്ടാവും കേട്ടോ. Good afternoon, Miss. Yeah, yes, Reena. ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ സബ്മിഷൻ എങ്ങനെയാണ്? ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്ത് അതിന്റെ സബ്മിഷൻ ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, ടീച്ചിങ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് ഇൻഫോം ദ ഓഫീസ് വേർ യു ഗെറ്റ് ഓൾ ദ തിങ്സ് റിലേറ്റഡ് വിത്ത് ടീച്ചിങ് പ്രാക്ടീസ്. കുറെ എന്തൊക്കെയോ ഫോംസ് ഒക്കെ കിട്ടിയില്ലേ? ഞാനത് ജയദേവ് സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോണതിന് മുന്നേ. അപ്പൊ ജയദേവ് സാർ എന്നോട് പറഞ്ഞത് അത് നിങ്ങൾ വാങ്ങി കയ്യിൽ വെച്ചാൽ മതി, ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാത്രം തന്നാ മതി, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, പോകുന്നുണ്ടെങ്കിൽ പൊക്കോ, വന്നിട്ട് അത് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത് കളക്ട് ചെയ്തിട്ട്. ഞാനും ഒന്ന് കൺഫേം ചെയ്ത്. ഓക്കെ, എന്തായാലും അത് സൂക്ഷിച്ചോളൂ. സർട്ടിഫിക്കറ്റ് കിട്ടിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്? സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. ഗ്രേഡ് കാർഡും ഇവിടുന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്ത അറ്റൻഡൻസ് ഷീറ്റും ഗ്രേഡ് കാർഡും അവര് സ്കൂൾ സീൽ വെച്ച് സൈൻ ചെയ്ത് തന്നല്ലാതെ വേറെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒന്നും തന്നിട്ടില്ല. നമ്മുടെ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പോലെ ഷീ ഹാഡ് ഡൺ ഫ്രം ദിസ് ഡേ ടു ദിസ് ഡേ ആൻഡ് ഹിയർ അങ്ങനെ തന്നില്ല.
ഗ്രേഡ് കാർഡിൽ ഉണ്ടല്ലോ നമ്മുടെ പെർഫോമൻസിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളുടെ ലെറ്റർ ഹെഡിലല്ലേ, സ്കൂളിന്റെ ലെറ്റർ ഹെഡിൽ വല്ലതും തന്നോ? ഇല്ല, 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 ഞങ്ങൾക്കും അങ്ങനെ തന്നിട്ടില്ല. ബട്ട് കമന്റ് സെക്ഷനിൽ തന്നിട്ടുണ്ട് അവര്. ഒന്ന് ചോദിച്ചു നോക്കൂ, അങ്ങനെ എനിക്ക് ഒരെണ്ണം തരാമോ എന്ന് ചോദിച്ചു നോക്കൂ. കിട്ടിയത് നല്ലതാണ്. എന്തായാലും ഐ ഹാവ് ടു ഗോ. ഐ എം ഗോയിങ് ടു സേ യെസ് മാം. ദാറ്റ്സ് ഗ്രേറ്റ്. മറ്റേ അടുത്തുള്ള സ്കൂളിൽ അന്വേഷിച്ചോ? ചെയ്തില്ല, ബട്ട് ഐ ഫീൽ ദിസ് ഇസ് ബെറ്റർ ഓപ്ഷൻ. വെരി ഗുഡ്. കൺഫ്യൂഷൻ മാറിയത്. കൺഫ്യൂഷൻ മാറി. I spoke. Next academic year onwards, right? Yeah, next academic. This session is anyways going to finish until March 22nd is their annual day. Report card ഒക്കെ already കൊടുത്തു കഴിഞ്ഞു. So ഇപ്പൊ പ്രാക്ടീസ് സെഷൻ ആണ്, ഡാൻസ് പ്രാക്ടീസും പ്രോഗ്രാമിന്റെ ഒക്കെ. ഞാൻ റീനയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. എന്താണ്? ജയദേവ് സാറിനെ ഞാൻ ഇൻഫോം ചെയ്തിരുന്നു, റീനയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഐ ഹാഡ് ഇൻഫോംഡ്. ഞാൻ ജയദേവ് സാറിനല്ല, മെന്റോറിന് ഞാൻ ഇൻഫോം ചെയ്തായിരുന്നു ആ കുട്ടിയെ. Should I inform him also? Yeah, please. Sir, happy of it. Yeah, I'll inform him. Okay. Okay, then. So, I'm going to be here. Okay, thank you so much. Have a nice day. Drink plenty of water. Okay. Thank you. റീനയ്ക്ക് അവിടെ എങ്ങനെയാ ക്ലൈമറ്റ്? നാസിക്കിൽ എങ്ങനെയാ ക്ലൈമറ്റ്? എങ്ങനെയാ, ചൂടാണോ? ചൂടാണ്. അല്ല, അവിടെ തണുപ്പാണ്. ബട്ട് ഐ എം ഹിയർ ഓൺലി. എവിടെയാണ്? ഞാൻ ആലുവയില്. ആണോ? ഓ ശരി. ഇവിടുത്തെ സ്കൂളിൽ തന്നെയാണ്. 2013 we shifted here. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. ഞാൻ ഓർത്ത് ഇപ്പഴും നാസിക്കാണ്. No, I'm here. Okay, fine, very good. Okay then, so see you in next class. Thank you so much. Have a nice day. Thank you, Miss. Thank you, Miss. Thank you. Thank you, Miss. Sorry.